ആവിഷ്കരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. A secular fabric, a fabric that treats everybody with love and affection, an undivided fabric. ഈ മലയാളി വനിതകൾ ലോകമെമ്പാടും ഈ പറയുന്ന നാടിന്റെ ഐക്യത്തെ കോർത്തിണക്കുന്നത് പോലെ തന്റെ മുന്നിൽ വരുന്ന ഒരാൾക്ക് സ്നേഹവും കരുതലും ഒരു തരത്തിലുള്ള വിഭാഗീയ ചിന്തകളുമില്ലാതെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. And really this is the central fight in the Kerala election. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പോരാട്ടത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് ഈ സന്ദേശത്തെ കാക്കലാണ്. Are we going to empower and free the spirit of Kerala? Are we going to allow Kerala to imagine a completely new future? Or are we going to trap the people of Kerala? എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം? കേരളത്തിന്റെ ഈ മൂല്യങ്ങളെ, സ്നേഹത്തെ, കരുതലിനെ അതിനെ ശക്തിപ്പെടുത്തുന്ന ഒന്നായി മാറ്റാൻ വേണ്ടിയാണോ? കേരളത്തിന്റെ ശോഭനമായ ഭാവിയെ അതിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണോ? അതോ കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങളെ ഇനിയും തകർക്കാൻ വേണ്ടിയാണോ എന്നാണ് നാം ആലോചിക്കേണ്ടത്. There are actually only two parties fighting in Kerala. യഥാർത്ഥത്തിൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. One is the UDF alliance. അതിലൊന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. And the other is the partnership between the BJP and the LDF. മറ്റൊന്ന് ബിജെപിയും സിപിഎമ്മും കൂടെ ചേർന്ന് നടത്തുന്ന അവരുടെ അവിഹിത കൂട്ടുകെട്ടാണ്. The UDF unites people, listens to people, embraces and empowers people. ഐക്യ ജനാധിപത്യ മുന്നണി പേര് പോലെ തന്നെ ഈ നാടിന്റെ ഐക്യത്തെ കാക്കുന്നു, ജനങ്ങളുടെ ആവശ്യങ്ങളെ, സ്വപ്നങ്ങളെ ചേർത്ത് പിടിക്കുന്നു, ജനങ്ങൾക്കൊപ്പം നിന്ന് നയിക്കുന്നു. The LDF and their hidden partner, the BJP, divide people, crush people's dreams. അതേസമയം LDFും അവർ അന്തർധാര ഉണ്ടാക്കിയിട്ടുള്ള ബിജെപിയും ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്നു, അവരുടെ സ്വപ്നങ്ങളെ തല്ലി തകർക്കുന്നു. Modi ji promises 2 crore jobs at the national level. Your chief minister promises 40 lakh jobs in Kerala. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്ത് ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന്